ഏകദേശം സമയം 6:30 അപ്പം ഞാനിപ്പോൾ ഈ വാട്ടർ ബാഗ് എടുത്തിട്ടാണ് പോകണത്, കാരണം ചൂട് കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങിയാലോ. വണ്ടിയുടെ മുകളിൽ ഞാനൊരു ചെറിയൊരു സംഭവം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ ഷാർജയുടെ ഭംഗി ആസ്വദിച്ചിട്ടാണ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ ചാലിനെ കണ്ടില്ല, ചാലും അവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ചു. അത് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു പള്ളി കാണാം നമുക്കിവിടെ ഷാർജയിൽ, നല്ല ഭംഗിയുള്ളൊരു പള്ളി. ബ്ലോക്കാണല്ലോ മക്കളെ, ബ്ലോക്ക്. ഷാർജയിൽ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നില്ല, വെറുതെ ഷാർജയിൽ പോയിട്ട് തിരിച്ചു വന്നു. ഷാർജയിൽ വെച്ചാലോ ഒരു 3 കിലോമീറ്ററോളം ഫുള്ള് ബ്ലോക്ക്. അതായിരുന്നു രാവിലെ നമുക്ക് കിട്ടിയത്, രാവിലെ കിട്ടിയ പണി. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ റൂട്ട് ഇട്ടുള്ളത് ഇവിടുന്ന് ഒരു 18 കിലോമീറ്ററിൽ നമുക്ക് മൈതാൻ ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. അതായത് ദുബായിയുടെ തന്നെ ഒരു ഐക്കണം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ബ്രിഡ്ജാണ് മൈതാൻ ബ്രിഡ്ജ്. അപ്പോൾ എന്തായാലും നമുക്ക് മൈതാൻ ബ്രിഡ്ജ് ഒന്ന് കണ്ടിട്ട് വരാം. അതാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് സായിദ് റോഡിൽ കൂടിയാണ്. എൻ്റെ ബാക്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം. അന്ന് നമ്മൾ രാവിലെ പോയത്, ഒരു മോർണിംഗ് റൈഡ് പോയത്. എന്താ ഭംഗിയല്ലേ, പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ എത്ര എണ്ണ. ഒരു പ്രൗഡ് തന്നെയാട്ടോ നമ്മുടെ KL വണ്ടിയായിട്ട് ഷെയ്ഖ് സായിദ് റോഡിൽ കൂടെ പോകാൻ ഒരു പ്രൗഡ് തന്നെയാണ്. ഇതാണ് ദുബായിയുടെ ഐക്കണായ മൈതാൻ ബ്രിഡ്ജ് കേട്ടോ. ഇതാണ് മൈതാൻ ബ്രിഡ്ജ്. നമ്മുടെ ബുർജ് ഖലീഫൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നമുക്ക്. കണ്ടില്ലേ, ഫുൾ വ്യൂ, ദുബായിയുടെ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള ബ്രിഡ്ജാണ്. ഇവിടെയൊക്കെ ലൈറ്റ് ഇടും ഇങ്ങനെ. ഇവിടെയൊക്കെ ക്യാമറ ഉണ്ട്, നിർത്താൻ പാടില്ല തോന്നിട്ട് അറിയില്ല. മൈദാ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ എങ്ങനെയാണ്. ശരിക്കും ഒരു ഈവനിങ് ഒക്കെ വരിക നല്ല ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റിയൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലൂവിൽ ലൈറ്റ് വരും, ആ ലൈറ്റൊന്നും ഇപ്പോൾ കാണാനില്ല. ശരിക്കും ഈവനിങ് വന്നാലാണ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുക. ഒരു അടിപൊളി ലംബോർഗിനി ഉണ്ട് ഇവിടെ. അതിനെ വിളിക്കാനത് പറ്റത്തില്ല, നല്ല പൊളിക്കൽ പൊളിച്ചിട്ടാണ് വണ്ടി പോടുന്നത്. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബുർജുമാൻ മെട്രോ, ബുർജുമാൻ മാളാണ് ഈ കാണുന്നത്. ഖരാമയിൽ ഏറ്റവും അടുത്തുള്ളൊരു മെട്രോ ആണ് ബുർജുമാൻ. പിന്നെ ഈ മെട്രോയും ബുർജുമാൻ മെട്രോയും പിന്നെ ADCB മെട്രോ ആണ് അടുത്തടുത്തുള്ള 2 മെട്രോ ഖരാമയിൽ കേട്ടോ. അതുപോലെ അടുത്തുള്ളൊരു മോളാണ് ബുർജുമാൻ മോള് ഖരാമയുടെ. ഖരാമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഖരാമയിൽ ഇല്ലാത്ത സംഭവങ്ങളില്ല. മലയാളീസ് ശരിക്കും പറഞ്ഞാൽ ഒരു കേരളത്തിൽ വന്ന പോലെ തന്നെയാണ് നമ്മൾക്ക് ഖരാമയിൽ വന്നാൽ കേട്ടോ. ഖരാമയിൽ അതായത് നമുക്ക് ദുബായിലാണെന്ന് തോന്നുന്നില്ല, ശരിക്കും ഒരു കേരളത്തിലുള്ള സ്ഥലം പോലെ തന്നെ തോന്നുള്ളൂ. എല്ലാ ഹോട്ടൽസ് ആയാലും എല്ലാതും നമുക്ക് മലയാളീസിൻ്റെ ഹോട്ടൽസ് എല്ലാതും നമുക്ക് ഖരാമയിൽ കിട്ടും. അപ്പോൾ എന്താ പരിപാടി, ചിലപ്പോൾ സമയം ഏകദേശം 6:30 ആയി. നമ്മളിപ്പോൾ ഇന്ന് ദുബായിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത്. ആരാണ് നമുക്ക് അവിടെ തിരികെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ യൂസഫ് ഭായിയുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ യൂസഫ് ഭായിയുടെ ഷോപ്പാണ്. അപ്പോൾ യൂസഫ് ഭായി ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കൂടുതലുള്ളത് നമ്മുടെ ഗുരുവായൂരുള്ളൊരു വൈശാഖേട്ടനാണ്. അതായത് നമ്മുടെ രാഹുൽ ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ KG ഫ്രണ്ടാണ്. ആ KG ഫ്രണ്ടിൻ്റെ ഏട്ടനാണ് നമ്മുടെ വൈശാഖേട്ടൻ. അപ്പോൾ വൈശാഖേട്ടൻ വർക്ക് ചെയ്യണത് ഇവിടെ. വൈശാഖേട്ടൻ ഇവിടെ വർക്ക് ചെയ്യണത് ചേട്ടാ സഭയിൽ വർക്ക് ചെയ്യുന്നത്. സഭയിൽ അതെയല്ലേ, ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ടാളും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യൂസഫ് ഭായി ഇപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. യൂസഫ് ഭായിയുടെ 3ാമത്തെ ഷോപ്പിലാണ് യൂസഫ് ഭായി ഉള്ളത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞത് യൂസഫ് ഭായിനെയാണ്. അപ്പോൾ യൂസഫ് ഭായിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിൽക്കണം. അപ്പോൾ എന്ത് സംഭവിച്ചാൽ നമ്മളിപ്പോൾ യൂസഫ് ഭായിയുടെ അവിടെയാണ്. അപ്പോൾ യൂസഫ് ഭായിയോട് ഞാൻ ചോദിച്ചത് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ യൂസഫ് ഭായി എന്ന് പറഞ്ഞു. കാരണം ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വണ്ടിയായിട്ട് വന്നതുകൊണ്ട് നമ്മൾ സ്വന്തം നാട്ടുകാരല്ലേ. അപ്പോൾ നാട്ടുകാരായതുകൊണ്ട് മുപ്പര് പറഞ്ഞു നമുക്ക് വീഡിയോ ചെയ്യാം, വീഡിയോ ചെയ്തിട്ട് എന്തായാലും പോകാമെന്ന് പറഞ്ഞു. യൂസഫ് ഭായിയുടെ ഷോപ്പിൽ വന്നിട്ട് നമ്മൾ പെർഫ്യൂമിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെർഫ്യൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പെർഫ്യൂമിൻ്റെ ഒരു രാജാവ് എന്ന് വേണമെങ്കിൽ യൂസഫ് ഭായിനെ വിശേഷിപ്പിക്കാം. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അതായത് നമുക്ക് ഏത് സ്മെല്ല് വേണമെങ്കിലും യൂസഫ് ഭായിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പ്രത്യേക ഒരു കഴിവുള്ള മനുഷ്യനാണ് യൂസഫ് ഭായി എന്ന് പറയുന്നത്. എൻ്റെ ബാക്കിൽ ഇത് കാണുന്നതാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജ്. ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ യൂസഫ് ഭായിയുടെ ഷോപ്പുള്ളത്. ഇത് നമ്മുടെ യൂസഫ് ഭായിയുടെ ഷോപ്പാണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ മലയാളീസ് വന്നിട്ട് നമ്മളായിട്ട് ഫോട്ടോ എടുക്കാനും അങ്ങനെ കുറേ സംഭവങ്ങൾ. അതായത് ഇപ്പോൾ അവിടെ തന്നെ ദേരയിൽ തന്നെ അവിടെ കുറേ പേര് ഫോട്ടോ എടുക്കാനും പിന്നെ വിവരങ്ങൾ അറിയാനും യാത്രയുടെ വിവരങ്ങൾ അറിയാനും എല്ലാത്തിനും നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നു. അങ്ങനെ കുറേ സംസാരിച്ചവരായിട്ട് അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളിവിടുന്ന് റഷ്യ പേരെ പോവുകയാണെന്നുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം നാട്ടിൽ നിന്നുള്ള വണ്ടിയായപ്പോൾ. അപ്പോൾ വൈശാഖേട്ടൻ എങ്ങനെ വെച്ചാൽ ഓടക്കുഴിയിൽ വൈകി അടിപൊളിയായിട്ട്. വൈശാഖേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി എന്താ?
വൈശാഖ് GVR. അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ദേറയുടെ ഓൾഡ് സൂക്കിൻ്റെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് കരാമയ്ക്ക് തിരിച്ചു പോകണം. നമ്മുടെ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഇവിടെ നാവിഗേഷൻ ഇട്ടുണ്ട് കരാമയ്ക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ യൂസഫ് ഭായിനായിട്ടുള്ള അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തോളൂ. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ എന്താ പറയുക വെച്ചാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ വിടുകയാണ് കരാമയ്ക്ക്. ഫൈനലി നമ്മൾ നമ്മുടെ ബ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൻ്റെ അവിടെ എത്തി. യൂസഫ് ഭായിയുടെ പെർഫ്യൂമാണ്. ആൾ നമുക്ക് പെർഫ്യൂമൊക്കെ തന്നിട്ടുണ്ട്. 3 എണ്ണം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു വ്ളോഗായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ശരിക്കും ആ സ്റ്റെപ്പ് കയറിയിട്ട് വന്നത് കരച്ചത് കാരണം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂസഫ് ഭായിനെ മീറ്റ് ചെയ്യണം. അപ്പോൾ യൂസഫ് ഭായിനെ ഫൈനലി ഞാൻ മീറ്റ് ചെയ്തു. ഇന്നത്തെ ദിവസം എന്തായാലും ഞാൻ ഹാപ്പിയാണ്. കാരണം യൂസഫ് ഭായിനെ മീറ്റ് ചെയ്തു. ഷൂട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ യൂസഫ് ഭായിനായിട്ട് കുറച്ചൊക്കെ വർത്തമാനം പറഞ്ഞു. ട്രേഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ യൂസഫ് ഭായി ചോദിച്ചു. അങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ അവിടെ എത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.